ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ നമ്മൾ ഉളുഹിയത്ത് അറക്കാറുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നമ്മൾ പലരും ഉളുഹിയത്ത് കരുതാറുണ്ട്, ചെയ്യാറുണ്ട്. നമ്മളിവിടെ അടിസ്ഥാനപരമായി ഇങ്ങനെ മരണപ്പെട്ടു പോയവരുടെ പേരിൽ നമ്മൾ ഉളുഹിയത്ത് കരുതുമ്പോൾ, അവരുടെ പേരിൽ ഉളുഹിയത്ത് നമ്മൾ അറുക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നിർബന്ധപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഷാഫി മദ്ഹബിലെ പല കിതാബുകളിൽ നിന്നും, ഷാഫി മദ്ഹബിലെ പ്രബലമായ വീക്ഷണപ്രകാരവും മരണപ്പെട്ടു പോയവരുടെ പേരിൽ നമ്മൾ ഉളുഹിയത്ത് അറുക്കുമ്പോൾ ആ മരണപ്പെട്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഉളുഹിയത്ത് സാധുവാവുകയുള്ളൂ. അതായത് ആ മരണപ്പെട്ടു പോയ വ്യക്തി അയാളുടെ ജീവിതകാലത്ത് ഏതെങ്കിലും ഒരാളോട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഉളുഹിയത്ത് അറുക്കണം എന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഉളുഹിയത്ത് മരണപ്പെട്ടു പോയവരുടെ പേരിൽ സ്വഹിയാവുകയുള്ളൂ. അങ്ങനെ ഒരു വസിയത്ത് ഇല്ലാണ്ട് ഉളുഹിയത്ത് മരണപ്പെട്ടു പോയവരുടെ പേരിൽ നടത്തുമ്പോൾ അത് സാധുവാകുന്നതല്ല, അങ്ങനെ ചെയ്യുന്നത് ഉചിതവുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ഉളുഹിയത്ത് അറുക്കുന്നതിന് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിക്കുകയാണ്. വഫാത്തായതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉളുഹിയത്ത് അറുക്കണം എന്ന് അവിടുന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഈ ഹദീസിന്റെ പിൻബലത്തിലാണ് മരണപ്പെട്ടു പോയവരുടെ പേരിൽ, അവരുടെ പേരിൽ ഉളുഹിയത്ത് അറുക്കുന്നത് സാധുവാകണമെങ്കിൽ, അത് സ്വഹിയാകണമെങ്കിൽ അവർ വസിയത്ത് ചെയ്യണം. അല്ലാതെ ഉളുഹിയത്ത് അറുത്താൽ അത് സ്വഹി ആകുന്നതല്ല. അപ്പോൾ നമ്മുടെ കുടുംബത്തിലോ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഉളുഹിയത്ത് അറുക്കുമ്പോൾ അവർ വസിയത്ത് ചെയ്തെങ്കിൽ മാത്രമേ അത് സ്വഹിയാവുകയുള്ളൂ. എന്നാൽ ഇനി നമുക്ക് ഒരു ഉളുഹിയത്ത് അറുക്കുകയും നമ്മൾ മരണപ്പെട്ടവരുടെ പേരിൽ അതിൻ്റെ സവാബിനെ ആ മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഹദിയ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റുമല്ല. അതായത് നമ്മൾ ഒരു ഉളുഹിയത്ത് അറുക്കുന്നു നമുക്ക് വേണ്ടിയും, അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളെ ഉളുഹിയത്ത് അറുക്കാൽ, ഒരു മൃഗം മാത്രമല്ല, ഒരുപാട് മൃഗങ്ങളെ, 1 2 3 ആടുകളെയോ 10 ആടുകളോ 100 ആടുകളോ അല്ലെങ്കിൽ 10ൽ കൂടുതൽ മാടുകളെയോ അറുക്കാവുന്നതാണ്, ഉളുഹിയത്ത് അറുക്കാവുന്നതാണ്. അതൊന്ന് സ്വന്തത്തിന് വേണ്ടിയും മറ്റേത്, എന്നിട്ട് അദ്ദേഹം ഒരുപാട് അറുക്കുന്നു, എന്നിട്ട് അർത്ഥത്തിൻ്റെ കൂലി അദ്ദേഹത്തിന് കിട്ടിയ സവാബുണ്ട്, ആ സവാബ് മരണപ്പെട്ടു പോയവരിൽ ഹദിയ ചെയ്യുന്നുവെങ്കിൽ അത് തെറ്റുമില്ല. അത് ഷാഫി മദ്ഹബ് പ്രകാരം സ്വഹിയാകുന്നതാണ്. അത് ഉളുഹിയത്തിന് മാത്രമല്ല, അത് മറ്റെല്ലാ സൽക്കർമ്മങ്ങളാണെങ്കിലും ഖുർആൻ ഓതി ആ ഖുർആൻ ഓതിയതിൻ്റെ സവാബ് ആ മരണപ്പെട്ടു പോയ വ്യക്തിയിൽ ഹദിയ ചെയ്യുന്നു. ഇങ്ങനെയുള്ള നല്ല കർമ്മങ്ങളൊക്കെ അതിന് മിസ്സല സവാബിനെ ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നോ ആരൊന്ന് മരണപ്പെട്ടു പോയത് അവരുടെ പേരിൽ ഹദിയ ചെയ്യുന്നത്, സവാബിന് കൂലിയെ അവർക്ക് ഹദിയ ചെയ്യുന്നത്, അത് തെറ്റല്ല. അത് ഷാഫി മദ്ഹബ് പ്രകാരം നല്ല കർമ്മമാണ്, പുണ്യകർമ്മമാണ്. അതല്ലാതെ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ പേരിൽ ഉളുഹിയത്ത് അറുക്കുന്നത് അത് വസിയത്താണെങ്കിൽ മാത്രമേ സ്വഹിയാവുകയുള്ളൂ. നമ്മുടെ നാടുകളിലും പല ആളുകളും മരണപ്പെട്ടു പോയ ഉപ്പയുടെയോ ഉമ്മയുടെ പേരിൽ ഉളുഹിയത്ത് അറുക്കാൻ കരുതുന്നുണ്ട്. അവരെല്ലാം കരുതുന്നത് ഈ അർത്ഥത്തിലാണെങ്കിൽ അവരർത്ഥത്തിന് കൂലി അവർക്ക് കിട്ടും. ആ കൂലിയെ ഉമ്മയുടെ പേരിൽ ഉപ്പയുടെ പേരിൽ മരണപ്പെട്ടു പോയ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ കുടുംബക്കാർ അവരുടെ പേരിൽ അദ്ദേഹത്തിന് കിട്ടിയ കൂലിയെ അവർ കൊടുക്കുന്നുവെങ്കിൽ അത് സ്വഹിയാകുന്നതാണ്. ഇനി ഇങ്ങനെ മരണപ്പെട്ടു പോയ വ്യക്തി വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഹയാത്ത് കാലത്ത്, ജീവിതകാലത്ത് എൻ്റെ പേരിൽ ഉളുഹിയത്ത് അറുക്കണം എന്ന് ഒരു വ്യക്തി വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോയി, എന്നാൽ ആ ഉളുഹിയത്ത് അറുക്കാനുള്ള മൃഗത്തിൻ്റെ സ്വത്ത് പൈസ ആരിൽ നിന്ന് എടുക്കുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. അങ്ങനെ വസിയത്താക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വസിയത്താക്കും മരണപ്പെടുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ഇന്ന സ്വത്ത് ഇന്ന സമ്പത്ത് എന്ന് നിജപ്പെടുത്തുകയോ നിർണിതമാക്കുകയോ വ്യക്തമാക്കുകയോ കാണിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്വത്തിൽ നിന്ന് ഉളുഹിയത്ത് അറുക്കണം എന്ന് ഒരു വ്യക്തി മരണപ്പെടുന്നതിന് മുന്നേ വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്വത്തും പറമ്പും പൈസയും എല്ലാം കാണിച്ചു കൊടുക്കുകയും നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെടുക്കണം.
അല്ല എങ്കിൽ ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ സ്വത്തിൻ്റെ 1/3 നിന്ന് വസിയത്ത് നടപ്പിലാക്കണം. അതുമല്ലെങ്കിൽ ആ ആരുടെ വസിയത്താക്കിയത് ആ വ്യക്തിയുടെ സ്വത്തിൽ നിന്ന് വസിയത്ത് നടപ്പിലാക്കണം. ഇങ്ങനെയാണ് വസിയത്ത് നടപ്പിലാക്കേണ്ടത്. സംശയങ്ങൾ കമന്റ് ചെയ്യുക. വസ്സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.